നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കയ്പമംഗലം 3 പീടികയിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. എടത്തിരുത്തി നവകിരൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ 8 മുതൽ 12 വരെയുള്ള തീയതികളിൽ നടക്കും. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റേഴ്സ് എടത്തിരുത്തിയിലെ മികച്ച കർഷകനായ പള്ളിപ്പറമ്പിൽ സിദ്ദിഖിന്റെയും മകൾ സന ഫാത്തിമയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന കൃഷിത്തോട്ടം സന്ദർശിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ, എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി എടത്തിരുത്തി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. കയ്പമംഗലം 3 പീടികയിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. കയ്പമംഗലം 3 പീടിക സുജിത് ബീച്ചിൽ മദ്യലഹരിയിൽ യുവാവ് അമ്മയെ കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചു. വളവത്ത് വീട്ടിൽ 70 വയസ്സുള്ള തങ്കയ്ക്കാണ് കുത്തേറ്റത്. വലത് കൈയിലെ ഞരമ്പ് മുറിഞ്ഞവരെ എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നലെ രാത്രി 8:30യോടെയാണ് സംഭവം. മദ്യപിച്ച് വീട്ടിലെത്തിയ മകൻ അമ്മയുമായി വഴക്കുണ്ടാക്കുകയും കുത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. എടത്തിരുത്തി നവകിരൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ 8 മുതൽ 12 വരെയുള്ള തീയതികളിൽ നടക്കും. ലഹരിക്കെതിരെ കായികലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള പോലീസ്, ഇന്ത്യൻ എയർഫോഴ്സ് ഡൽഹി, ഇന്ത്യൻ ആർമി ഡൽഹി, CISF റാഞ്ചി, കൊച്ചിൻ കസ്റ്റംസ്, ഇൻകം ടാക്സ് ചെന്നൈ എന്നീ ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ അഖിലേന്ത്യാ മത്സരത്തിൽ മാറ്റുരയ്ക്കും. മുൻ ഇന്ത്യൻ വോളിബോൾ താരവും അർജുന അവാർഡ് ജേതാവുമായ സിറിൽ സി വള്ളൂർ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വിജയികൾക്ക് എലുവത്തിങ്കൽ വിൽസൺ മെമ്മോറിയൽ റോളിംഗ് ട്രോഫിയും മുനപ്പിൽ ശങ്കരനാരായണൻ മെമ്മോറിയൽ വിന്നേഴ്സ് സ്ഥിരം ട്രോഫിയും കുറ്റിപ്പറമ്പിൽ അപ്പുക്കുട്ടൻ ആൻഡ് വനജ അപ്പുക്കുട്ടൻ റണ്ണേഴ്സ് സ്ഥിരം ട്രോഫിയും സമ്മാനിക്കും. മത്സരങ്ങൾ 8 മണിക്ക് ആരംഭിക്കും. ക്ലബ് ഭാരവാഹികളായ MR പ്രശോഭിതൻ, PR അശോകൻ, MR സുനിൽകുമാർ, സാൽ ഭാസ്കർ, സതീഷ് കാട്ടൂർ, പ്രജോത് പണിക്കശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പോലീസ് എക്സൈസിനോട് പറഞ്ഞിട്ട് കടലാസ് കൊടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ കിട്ടുമെന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ 7 മണിക്ക് ആ ക്ലാസ് അവർ തരും. 1 മണിക്കൂർ പറഞ്ഞു, 1 മണിക്ക് സർവീസിനാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ആ ഭാഗത്ത് എടത്തിരുത്തി പഞ്ചായത്തിൽ സ്വന്തമായിട്ട് ഗ്രൗണ്ടുള്ളൊരു ക്ലബും അതുപോലെ തന്നെ വോളിബോൾ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റ് നടത്തുന്ന ഒരു ക്ലബും ഞങ്ങളുടെ NGSU. ഇന്ന് നമ്മൾ പത്രമീഡിയകളിൽ വായിച്ചു കഴിഞ്ഞാൽ യുവത്വം മുഴുവൻ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ യുവജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും കായിക സംസ്കാരം ഉയർത്താനും നമ്മുടെ പഴയ കാലത്തെ ആ പ്രാഗൽഭ്യം എടുത്തു കൊണ്ടുവരാൻ വേണ്ടി ഈ ടൂർണമെൻറ്റ് മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ലഹരിക്കെതിരെയുള്ളൊരു മുദ്രാവാക്യമാണ് ഈ ക്ലബ്ബ് മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ചിട്ടിയോട് അച്ചടക്കത്തോടുകൂടി നടത്തുന്ന അഖിലേന്ത്യാ ടൂർണമെന്റ്, രണ്ടാമത്തെ അഖിലേന്ത്യാ ടൂർണമെന്റ് നടത്താൻ വിവാദിച്ചു കഴിഞ്ഞു. പത്രമാധ്യമ സുഹൃത്തുക്കൾ പണ്ട് വളരെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, മലപ്പുറത്തിന്റെ വലിയൊരു സംഭവമായിരുന്നു വോളിബോൾ കളി. അത് നിന്നുപോയ സംഭവമാണ്. അത് വീണ്ടും ഈ കൊണ്ടുവരികയാണ് നവകിരൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാമത്തെ അഖിലേന്ത്യാ ടൂർണമെന്റ്. പത്രമാധ്യമ സുഹൃത്തുക്കൾ നന്നായിട്ട് കവറേജ് ചെയ്യുക, ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. ഒപ്പം ലഹരിക്കെതിരെ അറിയാൻ നടക്കുന്ന ലഹരി മാഫിയക്കെതിരെ വലിയ സംഭവം നടക്കുന്നത്. അതിനുകൂടി വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് സംഭവം അരങ്ങേറുന്നത്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റേഴ്സ് എടത്തിരുത്തിയിലെ മികച്ച കർഷകനായ പള്ളിപ്പറമ്പിൽ സിദ്ദിഖിന്റെയും മകൾ സന ഫാത്തിമയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന കൃഷിത്തോട്ടം സന്ദർശിച്ചു. SPC പ്രൊജക്ടിന്റെ ഭാഗമായാണ് കയ്പമംഗലം പോലീസിന്റെയും HSS ചന്ദ്രാപിന്നിയുടെയും നേതൃത്വത്തിൽ കൃഷിത്തോട്ടം സന്ദർശിച്ചത്. സിദ്ദിഖ് തന്റെ അയൽവാസിക്കായി ഒരുക്കുന്ന കൃഷിത്തോട്ടത്തിൽ പ്രവർത്തനങ്ങൾ SBC കേഡറ്റുകൾ പങ്കാളികളായി. പ്രധാനാധ്യാപകൻ KS കിരൺ, PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി, SPC CPO ബിജു മോഹൻ ബാബു, SPC
ACPO BS നീതു, ഡ്രിൽ ഇൻസ്ട്രക്ടർ KR ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി എടത്തിരുത്തി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക, കൂലി 600 രൂപയാക്കി ഉയർത്തുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക, NMS ജിയോ ഫെൻസിംഗ് പരിഷ്കാരങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR ഹരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീദേവി ദിനേശ് അധ്യക്ഷയായി. സെക്രട്ടറി PH ബാബു, AV സതീഷ്, സുബൈദ അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളികൾ മറികടന്ന് മുന്നോട്ട് വരുന്നതിനിടയിലാണ് കൂലി കുടിശ്ശിക വരുത്തിക്കൊണ്ട് തൊഴിലാളികളെ ഈ മേഖലയിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് 52.59 കോടി രൂപ തൃശ്ശൂർ ജില്ലയ്ക്കകത്തുള്ള തൊഴിലാളികൾക്ക് നൽകാൻ ബാക്കിയാണ്. ഇതിവിടെ ഒരു മൈക്ക് കെട്ടി വെറുതെ പ്രസംഗിക്കുന്നതല്ല. നമ്മളുടെ കയ്യിലുള്ള മൊബൈലിൽ NREGയുടെ ആ സൈറ്റിൽ പോയാൽ കൃത്യമായി അറിയാം നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് എത്ര കോടി രൂപ കുടിശ്ശികയുണ്ട്, എത്ര തൊഴിൽ ദിനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കൃത്യമായി അറിയാൻ കഴിയും. അത്രയും സംവിധാനമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളത്. ഇന്ത്യ രാജ്യത്ത് ഇതുപോലെയുള്ള ഒരു പദ്ധതി നമ്മളുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 2005 വരെ ഇങ്ങനെയുള്ള ഒരു പദ്ധതി നമ്മളുടെ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 2005 വരെ ഒരു പദ്ധതി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ദാരിദ്ര്യക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് ഒരു വരുമാനം എന്നുള്ള ഒരു പദ്ധതി ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന ഒരു ഗവൺമെന്റും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി PR ജോഷി അധ്യക്ഷത വഹിച്ചു. മുൻ MLA പ്രൊഫസർ KU അരുണൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, ലൈബ്രറി താലൂക്ക് കൗൺസിൽ അംഗം KG സുഗദേവ്, PC രവി, TN സിജിൽ, എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ സജു, CA അനിൽകുമാർ, മണികണ്ഠലാൽ, ബേബി ശിവദാസൻ, TN തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. 50ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. വളരെ കുറ്റി എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് ഒരു കയറൊക്കെ കിട്ടി. അതിലാണ് നമ്മുടെ വോളിബോളിന്റെ കളി നടക്കുന്നത്. ഞാനിത് സൂചിപ്പിച്ചത് അന്നത് ആ കളി മാത്രം തന്നെയല്ല. അതുപോലെ തന്നെ കുറ്റിക്കോലും കളിക്കുക, അതുപോലെ മറ്റേ അരിഷ്കായ കുറ്റി കളിക്കുക, മറ്റൊരു ചിന്ത ആ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രത്യേകതയാണ് അതിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ അന്ന് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ നമ്മുടെ പ്രദേശത്ത് പ്രദേശം അകലല്ല എങ്കിലും അവിടെ നമ്മൾ കുടിക്കാനും കുളിക്കാനുമായിട്ട് 2 കുളങ്ങളുണ്ട്. ആ കുളമൊക്കെ വേനൽക്കാലാവുമ്പോ നനയ്ക്കണമെങ്കിൽ വെള്ളം ഉണ്ടാവും. അപ്പൊ വെട്ടി വൃത്തിയാക്കി ഇടുമ്പോൾ എല്ലാ കുളങ്ങളും എത്ര പ്രയാസങ്ങളുള്ള കാലഘട്ടമായിരുന്നെങ്കിൽ പോലും അന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോ കൂട്ടമായിട്ട് ആ കുളത്തിൽ നീന്തി കുളിക്കുക. അപ്പോ അതോടൊപ്പം തന്നെ നമ്മളൊരു പരിശീലനമായി, നീന്തൽ പരിശീലനമായി വെട്ടുപരയിലായി. പക്ഷെ അവസാനം നമ്മുടെ രക്ഷിതാക്കള് തല്ലുകൊണ്ടിട്ടാണ് നമ്മളെ പുറത്തേക്ക് കയറുക. മണിക്കൂറോളം ഈ അഭ്യാസം വേഗം കുതിച്ച് 65 തുടങ്ങി. അവിടെ 67 ഞാൻ PSC അതിന് പോയി. പിന്നെ കോളേജിലൊക്കെ എല്ലാ വോളിബോൾ ടീമിനും കൊണ്ട് നടക്കലും ഒക്കെ ആയിരുന്നു. പിന്നെ ഡേറ്റൊക്കെ വന്ന് വോളിബോൾ കളിക്കുക, ഫുട്ബോൾ അത്ര നടക്കുന്നു, എല്ലായിടത്തും ഇത് കളിക്കാം. പക്ഷെ അന്ന് ഈ തരം ബോളുകൾ ഇല്ല, ഒന്നും ഇല്ല. എന്നിട്ട് ഈ വോളിബോൾ നേരം വിളിക്കുമ്പോ തലേദിവസം വെള്ളത്തിൽ വീഴുന്നൊക്കെ
നേരം വിളിക്കുമ്പോ പോയി നമ്മുടെ മാർപ്പത്തെ ശേഖരൻ എന്ന് പറഞ്ഞു ശരിയല്ലെങ്കിലും ശേഖരൻ വലിയ വോളിബോളറായിരുന്നു. അപ്പൊ അവിടെ ചെന്നിരുന്ന് ശേഖരനും ഞാനും കൂടി അക്കയ്ക്ക് പോയി എല്ലാ ദിവസവും തന്നെയാണ് മറ്റേ ബോള് തുന്നിക്കെട്ടി വീണ്ടും കൊണ്ടുവന്ന് 4 അടി നമ്മുടെ ശ്രീനാരായണ വനിതാക്കളോട് അടിക്കുമ്പോഴേക്കും വീണ്ടും കൊള്ളുന്നു. NREG വർക്കേഴ്സ് യൂണിയൻ മതിലകം വില്ലേജ് കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. കൂളിമുട്ടം പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവും യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായ TV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ മതിലകം വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് പ്രിയ ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. CPIM കൂളിമുട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VS രവീന്ദ്രൻ, യൂണിയൻ മതിലകം വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി മാലതി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. എല്ലാ ഗ്രാമപ്രദേശത്തുള്ള പഞ്ചായത്തിന്റെ ഓഫീസിന്റെ മുന്നിലും NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈ തൊഴിലുറപ്പ് പദ്ധതി 2005 രൂപീകരിച്ചത് തന്നെ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി മാത്രം ഭരിക്കാൻ പറ്റുള്ളൂ എന്ന അവസരം വന്നപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റിന് പിന്തുണ കൊടുക്കാൻ ഞാനിത് വീണ്ടും നിങ്ങൾ കേൾക്കുന്ന കാര്യമാണ് ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് രൂപീകരിച്ചതാണ് ഈ പദ്ധതി. ഈ പദ്ധതിയെ തുടർന്ന് രണ്ടാമത് വന്ന മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ക്രമേണ ഇത് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ മോദിയുടെ സർക്കാരും ഇത് തകർക്കാനുള്ള വളരെ വേഗഗതിയിലുള്ള ഇതിൽ നിന്ന് തൊഴിലാളികളെ ആട്ടി ഓടിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ്. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ സമരത്തിന് ഉന്നയിക്കുന്ന 5-6 മുദ്രാവാക്യങ്ങളുണ്ട്. കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക. ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതി കണിവെള്ളരി വിളവെടുപ്പ് നടത്തി. താനെ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി വിഷുവിനോടനുബന്ധിച്ച് എന്റെ വീട്ടിലും കണിവെള്ളരി എന്ന ആപ്തവാക്യവുമായി വിതരണം നടത്തിയ വെള്ളരി വിത്തുകൾ നട്ട് കണിവെള്ളരി ഉണ്ടാക്കിയതിന്റെ വിളവെടുപ്പ് നടത്തി. മുൻ അംഗനവാടി ടീച്ചറായിരുന്ന ഉഷ NSന്റെ കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പ് വാർഡ് മെമ്പർ ആൻഡോ തറയൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കൃഷിയിടങ്ങളിൽ കുടുംബിനികൾ വെള്ളരി കൃഷി നടത്തിയ നന്ദിനി വേണുഗോപാൽ, റീന പോളി, സുഷമ ശ്യാമൽദാസ്, ജിനി ജിജോ, സ്മിത ജോഷി എന്നിവിടങ്ങളിലും വിളവെടുപ്പ് നടത്തി. ചൈതന്യ അംഗനവാടിയിലേക്ക് കണിവെള്ളരി നൽകി. അംഗനവാടി ടീച്ചർമാരായ സതി രംഗൻ, അഞ്ജു KB, കുടുംബശ്രീ അംഗങ്ങളായ പ്രമീള ദേവരാജൻ, വത്സല അശോകൻ എന്നിവർ പ്രസംഗിച്ചു. വാർഡിലെ എല്ലാ വീടുകളിലേക്കും കണിവെള്ളരി വിത്ത് വിതരണം നടത്തിയിരുന്നു. വിഷമില്ലാത്തതും ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് ഇവിടെ നടത്തിയത്. നമ്മുടെ വിഷു കണി ഒരുക്കാനുള്ള വെള്ളരി വിത്ത് ഈ തവണ നമ്മുടെ ഈ 2025 കലണ്ടറിനോടൊപ്പം എല്ലാ വീടുകളിലേക്കും വിത്തുകൾ കൊടുത്തയച്ചിരുന്നു. അതിൻ്റെ വിളവെടുപ്പ് ഞങ്ങൾ ആദ്യം തന്നെ അന്ന് പറഞ്ഞിരുന്നു. ആരാണ് കൃഷി ചെയ്തിട്ടുള്ളത്, ആ കൃഷി ചെയ്തവർ ആദ്യം നമ്മൾ അറിയിക്കുകയാണെങ്കിൽ അത് വിളവെടുപ്പ് നന്നായി നടത്തണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വിളവെടുപ്പിൻ്റെ ഭാഗമായിട്ട് എന്നോട് എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് മാതൃകയായി തന്നെ മുൻ അംഗനവാടി ടീച്ചർ ഉഷ ടീച്ചറാണ് അതിന് മാതൃകയായിട്ട് ഇന്ന് രാവിലെ വിളിക്കുകയും വിളവെടുക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ വാർഡ് തല ഔദ്യോഗിക ഉദ്ഘാടനം നടന്നിരിക്കുന്നത്. ഈ വർഷം 5-ാം വാർഡിൽ മിക്ക വീടുകളിലും ഇത്തരത്തിൽ നമ്മളന്ന് കൊടുത്ത വിത്തിൻ്റെ പാവി തയ്യാക്കി വിഷുവിന് കാണാനുള്ള വെള്ളരി സ്വന്തമായി വീടുകളിൽ ഉണ്ടാക്കിയ ഒരു രീതിയാണ് തുടർന്നിട്ടുള്ളത്. ഏറെ സന്തോഷമുണ്ട്. അത് ഏറ്റെടുത്ത് ഓരോ വീട്ടുകാരും അത് ഏറ്റെടുത്തതിലും അത് പ്രാവർത്തികമാക്കിയതിലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നതോടൊപ്പം വിഷു ആശംസകൾ നേരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈപ്പമംഗലം 3 പീടികയിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. എടത്തിരുത്തി നവകിരൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 2ാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ 8 മുതൽ 12 വരെയുള്ള തീയതികളിൽ നടക്കും. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റേഴ്സ് എടത്തിരുത്തിയിലെ മികച്ച കർഷകനായ പള്ളിപ്പറമ്പിൽ സിദ്ദിഖിന്റെയും മകൾ സന ഫാത്തിമയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന കൃഷിത്തോട്ടം സന്ദർശിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി എടത്തിരുത്തി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി.
ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.